മോർണിംഗ്, അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, അംശബന്ധം റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരുപാട് മക്കൾക്ക് ഡിഫിക്കൽട്ട് ആണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ക്രിസ്മസ് എക്സാമിന് ഷുവർ ആയിട്ടും ഇതിൽ നിന്നൊരു 5 മാർക്കിന് ചോദ്യം വരും. ഷുവർ ആയിട്ടും 5 മാർക്കിന് വരും, കൂടുതൽ വരാനാണ് സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാ ചോദ്യം വരിക എന്നും ചോദ്യം വന്നാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം. റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഇങ്ങനത്തെ ഒരു ചോദ്യമാണ്. ഇതെങ്ങനെയാ മിസ് പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു പാറ്റേണിലുള്ള ഒരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കാൻ മിസ്സാക്കി കളയരുത്. ഓക്കെ, ദ വിഡ്ത്ത് ആൻഡ് ദ ഹൈറ്റ് ഓഫ് എ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ 60 ആർ ഇൻ ദ റേഷ്യോ 2:1. അതായത് ഇവിടെ പറയുന്നത് വിഡ്ത്തും ഹൈറ്റും, ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും, ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതിന്റെ പെരിമീറ്റർ 60 സെന്റിമീറ്റർ ആണ്. ഇവിടെ നോക്കാം, 60 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പൊ നമുക്കറിയാം, ഇതാണ് എന്റെ റെക്ടാംഗിൾ, ഇതെന്റെ റെക്ടാംഗിൾ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഇതിനെന്തുണ്ട്? നീളമുണ്ട്, ലെങ്ത് ഉണ്ട്, വീതിയുണ്ട്, ബ്രെഡ്ത്ത്. നീളം നിങ്ങൾക്കറിയോ? ഇല്ല. വീതി നിങ്ങൾക്കറിയോ? ഇല്ല. നമുക്കറിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 2:1 ആണ് എന്നുള്ളത് മാത്രമാണ്. ഇതറിഞ്ഞാൽ മതി. ഇതറിയാമെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് എഴുതണം എന്നറിയോ? നീളം അല്ലെങ്കിൽ ലെങ്ത് is equal to 2x. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സിന് എവിടുന്ന് വന്നു ഈ എക്സ് എന്ന്? ഞാൻ എടുത്തതാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തതാണ്. നീളം എന്ന് പറയുന്നത് 2x ആണെന്നും വീതി എന്ന് പറയുന്നത് വെറും x ആണെന്നും എഴുതുക. ഇതെങ്ങനെ മനസ്സിലായി മക്കളെ? 2:1 ആണ് റേഷ്യോ, 2:1 ആണ് റേഷ്യോ. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 2xും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വെറും x ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 2xും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x ആണ്. ഇത് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു, പകുതി കഴിഞ്ഞു. ഈ ഒരു ക്വസ്റ്റിന്റെ പകുതി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലൂയിലേക്ക് പോവാം. ചുറ്റളവ് 60 സെന്റിമീറ്റർ. ചുറ്റളവ് 60 സെന്റിമീറ്റർ, അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം പറയാം. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? 2 × L + B. ഇതാണ് നമ്മളുടെ 60 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 2 × L + B ആണ് 60. ഇവിടുന്ന് ഈ 2 എന്ന് പറയുന്ന ആൾ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആകും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് is equal to 60 ഡിവൈഡഡ് ബൈ 2, അതായത് 30. 60ന്റെ പകുതി. ഇവിടുന്ന് L + B equal to 30 എന്ന് വന്നു. എല്ലും ബിയും നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, 2xും xും അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. ഇതാണ് നിങ്ങളുടെ ലെങ്ത്, ഇതാണ് നിങ്ങളുടെ ബ്രെഡ്ത്ത്. അപ്പൊ നമ്മൾ ലെങ്ത്തിന് പകരം എന്ത് ചെയ്യുന്നു? 2x എന്ന് കൊടുക്കുന്നു, 2x എന്ന് കൊടുക്കുന്നു, പ്ലസ് ബ്രെഡ്ത്തിന് പകരം നമ്മൾ വെറും x എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു 30. 2x + x എന്താണ്? ഷോർട്ട് ഹാൻഡ് മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2x + x എന്ന് പറഞ്ഞാൽ 3x ആണ്, is equal to 30. ഇനി ഈ 3 എന്ന് പറയുന്ന ആൾ ഇപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്ത് സംഭവിക്കും? x is equal to 30 ഡിവൈഡഡ് ബൈ 3. അത് എത്രയാണ്? 10 ആണ്. 30 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 10. എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലും ബിയും കണ്ടുപിടിക്കാം. ലെങ്ത് അഥവാ നീളം എന്ന് പറയുന്നത് 2 × 10 ആണ്. അതേപോലെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വെറും 10, എക്സ് അല്ലേ? എക്സിന്റെ വാല്യൂ ഇവിടെ 10 ആണ്. 2 × 10 എത്രയാണ്? 20 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ. ഉത്തരമായി. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പൊ ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായ ആൾക്കാർ എന്ത് ചെയ്യുക? ഈ കാണിച്ചിരിക്കുന്ന ചോദ്യം എന്ത് ചെയ്യുക? ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇവിടെ 2:3 ആട്ടോ റേഷ്യോ, 2:3. Okay, the width and height of the rectangle with a perimeter 40 cm are in the ratio 2:3. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കുക. ഈ ഒരു ചോദ്യം മക്കളെ നിങ്ങൾ ചെയ്യണം, ഷുവർ ആയിട്ടും ചെയ്യണം. ചെയ്ത് ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യുക? താഴത്ത് കമന്റ് ആയിട്ട് പറയാം. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും ഫസ്റ്റ് മുതലേ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ എൻഡ് ഗെയിം ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മുതലേ ഉള്ള ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ച് ആനുവൽ എക്സാം തകർത്ത് നമുക്ക് എഴുതാം. ഒരു ടെൻഷനും ഇല്ലാതെ സെറ്റാക്കി പഠിപ്പിക്കുക തരാം. പഠിക്കാനും പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? ആരും തന്നെ ചാൻസ് മിസ് ചെയ്യേണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതലേ നമുക്ക് പഠിക്കാം.